ഇത് ഹണിറോസിനെ ഏതോ വേദിയിൽ കുന്തിദേവി എന്ന് പറഞ്ഞത് മാത്രമല്ല, മാലയുടെ മുൻഭാഗം പിൻഭാഗം കാണിക്കാൻ വേണ്ടി കയ്യിൽ പിടിച്ച് കറക്കി എന്ന് പറയുന്നത് മാത്രമൊന്നുമല്ല. ഈ മഹാന്റെ സോഷ്യൽ മീഡിയയിലുള്ള സകല ഓൺലൈൻ ഇന്റർവ്യൂ എടുത്തു നോക്ക്, അശ്ലീല പരാമർശമില്ലാത്ത പച്ചക്ക് വൃത്തികേട് പറയാത്ത ഒറ്റ ഇന്റർവ്യൂ കാണാൻ ഉണ്ടാവില്ല. അത് സത്യമാണ്. ഞാൻ പുള്ളിയുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു പ്രയോഗം ഇല്ലാതെ കേട്ടത് മിനിങ്ങാന്ന് ന്യൂസുകാർ പുള്ളിയെ വിളിച്ചിരുന്നു. ഏഷ്യാനെറ്റും മനോരമയും ഒക്കെ വിളിക്കുമ്പം അവർ താങ്കൾ ഇവരെ അറിഞ്ഞു കാണുമല്ലോ, താങ്കൾ ഇത് കേട്ടില്ല എന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ ആലോചിക്കുകയും ചെയ്തു, പുള്ളിക്ക് ഇങ്ങനെയും സംസാരിക്കാൻ സാധിക്കുന്നുണ്ടോ. അപ്പം പുള്ളിക്കറിയാം മീഡിയാസ് വിളിച്ച് ഈ ഹണിയായിട്ടുള്ള ഇഷ്യൂവിൻ്റെ അകത്ത് ആണ് കോടതി പരാതി കൊടുത്തിട്ട് താങ്കൾ ഇനി അത് മറ്റേ അരുൺകുമാർ 24 അരുൺകുമാർ ഇനി അത് ആവർത്തിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു, താങ്കൾ ക്ഷമ പറയാൻ തയ്യാറാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴൊക്കെ പുള്ളി വളരെ സഭ്യമായിട്ട് സംസാരിക്കുന്നത് പുള്ളിക്ക് വളരെ നോർമലാണ്. പുള്ളി ആ സമയത്തൊന്നും പുള്ളിക്ക് ഈ ഡബിൾ മീനിങ് ഒന്നും ഇല്ലതാനും. ഇതൊരു പാഠമാകണ്ടേ? ഇനി ഈ പറയുന്ന വൃത്തികേടിന്റെ ആ നാക്ക് നിയന്ത്രിക്കാൻ ഈ ജയിൽവാസം അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നുണ്ടാവണ്ടേ? സായികൃഷ്ണ. ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യം എന്തുകൊണ്ട് ഇവിടുത്തെ സൊസൈറ്റി ഓഡിറ്റ് ചെയ്യാതെ പോയി എന്നുള്ളതാണ് ഞാൻ ഇത്ര കാര്യം ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഞാനിവിടെ എൻ്റെ കണ്ടന്റുകൾ ചെയ്യുമ്പോൾ കൃത്യമായി പറയാറുണ്ട്, ബോബി ചെമ്മണ്ണൂർ ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ ഈ ഡബിൾ ലാംഗ്വേജ്, ഇങ്ങനത്തെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ വളരെ ഹേർട്ട്ഫുൾ ആണ്. നമുക്ക് കണ്ടിരിക്കുന്ന പുതിയ ജനറേഷൻ ആണെങ്കിൽ പോലും ഇത് നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യങ്ങളും അല്ല. ഒരു 5-6 വർഷമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഡബിൾ മീനിങ് പരിപാടികൾ. എൻ്റെ ഓർമ്മയിൽ എനിക്ക് എന്തോ പോലെ തോന്നി, ഒരു പെൺകുട്ടി കോളേജിൽ പുള്ളി എന്തോ ഫംഗ്ഷൻ ചെയ്യുന്നതാണ്. അപ്പം സൈക്കിളിൽ കയറിയിട്ട് പുള്ളി ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്ന അങ്ങോട്ട് പോകണം, ഞങ്ങൾ രണ്ടുപേരുടെ പോവുക, തിരിച്ച് വരുമ്പം രണ്ടുപേരല്ല വരുന്ന, ഈ രണ്ടായിരിക്കും ഒരാളുടെ കൂടെ കാണാം, പിന്നീട് കൊച്ചെന്തോ ഇതല്ല കപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി. ഞാൻ ആലോചിച്ചിട്ട് ഇയാൾ എന്താണ് ഈ പറയുന്നത്, എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു പയ്യൻ കല്യാണം കഴിക്കാത്തൊരു പയ്യൻ കൈ പിടിച്ചിട്ട് കല്യാണം കഴിച്ചാണോ അല്ല, അപ്പം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പഴംപൊഴി പുള്ളിയുടെ വൈഫ് ഒരു പുള്ളിക്കാരനുള്ള ചേട്ടൻ്റെ പഴ തന്നെ, പക്ഷെ പുള്ളി തിരിച്ച് കയറി അങ്ങ് അടിച്ചു കൊടുത്തു. അത് വേറെ സാധാരണ പോലെയല്ല, പുള്ളി തിരിച്ചങ്ങോട്ട് അങ്ങ് അടിച്ചു കൊടുത്തു. പിന്നെ ഇൻ്റർവ്യൂസിലൊക്കെ പുള്ളി വരുമ്പോഴും പുള്ളി എന്ത് പറഞ്ഞാലും ഈ ഒരു ലൈംഗികത ചേർത്തേ പുള്ളി പറയുള്ളൂ. അത് എൻജോയ് ചെയ്യുന്നൊരു വിഭാഗമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അവരാണ് നമ്മൾ ബോബി ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ ആൾക്കാർ, ബോബിയുടെ അനുയായികൾ, ബോബിയുടെ പിൻഗാമികൾ എന്നൊക്കെ. പൊതുവെ അത്ര എല്ലാവർക്കും ഡൈജസ്റ്റ് ആകത്തില്ല. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ ഇപ്പോഴാവും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് കുറെ കാലങ്ങളായി ഈ അടുത്ത് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞൊരു അയാളുടെ ഒരു സീരീസ് ഉണ്ടായിരുന്നു, ഡ്രസ്സൊക്കെ മാറിപ്പോയിട്ട്. അന്ന് ജാക്കി വെച്ചു എന്ന് പറഞ്ഞൊരു വിവാദം ഉണ്ടായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ. അന്നത് ഒരുപാട് പേര് ഇവിടെ വിമർശിച്ചതും ഒരുപാട് പേര് അതിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ അമർഷം പറഞ്ഞതുമാണ്. പക്ഷെ അന്ന് പോലും തിരുത്താൻ റെഡി ആയിട്ടില്ല ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ വ്യക്തി. ഈ ഹണി റോസിനോടൊരു കുന്തി ദേവി എന്ന് പറഞ്ഞത് മാത്രമല്ല, ഈ പറഞ്ഞ പർട്ടിക്കുലർ ഇവന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഇവന്റിന്റെ പ്രൊമോഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ബോബി ചെമ്മണ്ണൂർ ഇട്ട വീഡിയോ. ബോബി ചെമ്മണ്ണൂരിന്റെ എല്ലാത്തിനും പറഞ്ഞൊരു കാര്യം, ഞാനൊരു ബിസിനസ്മാനാണ്, ഞാൻ എൻ്റെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇതിൽ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണെന്ന് പുള്ളി എപ്പോഴും അവകാശപ്പെടുന്നുണ്ട്. ഇപ്പം പുള്ളി കോടതി വരുമ്പോഴും പുള്ളി പറയുന്നുണ്ട്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്. നമ്മൾ പ്രൊമോഷൻ്റെ ഭാഗം മറ്റുള്ളവരുടെ നെഞ്ചത്തടിച്ചിട്ടാണോ നമ്മൾ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുന്നത്? അത് വലിയ ചോദ്യമാണ്. അതാണ് പബ്ലിക് പുള്ളിയോട് ചോദിക്കുന്നതും കോടതി ചോദിക്കണം. നമ്മളൊരാളുടെ മാനസികാവസ്ഥയെ ചോദ്യം ചെയ്യുക, അല്ല അവരെ വിഷമിപ്പിക്കുക, അല്ല അവരെ ദ്രോഹിക്കുക, അവരെ നിരവധി അവരെ പുറകെ നടന്ന വട്ടം ചുറ്റി അവരോട് ഇത് തന്നെ. ഞാനൊരു കാര്യം പറയട്ടെ, അമിതമായ അമൃതം വിഷം, തമാശ അല്ലെ അസ്ഥാനത്ത് പറഞ്ഞ സാധനങ്ങൾ അമിതമായ അത് അമൃതമാണേ പോലും അത് വിഷമാണ്. കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നാവ് എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ഇതുപോലെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും. നമ്മൾ ഇപ്പം ഇദ്ദേഹത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന രാഹുൽ ഈശ്വരനെ പോലുള്ള ആൾക്കാർ പറയുന്നത്, മോഹൻലാൽ ഇന്ന പടത്തിൻ്റെ അകത്ത് അങ്ങനെ പറഞ്ഞില്ല, അത് സിനിമയാണ്, അതൊരു സ്ക്രിപ്റ്റഡ് സാധനം, ഡയറക്റ്റ് ചെയ്യുന്ന ആ കഥാപാത്രമാണത്. ബോബി ചെമ്മണ്ണൂർ ഇവിടെ ജീവിതത്തിലൊരു കഥാപാത്രമായിട്ടാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കഥാപാത്രത്തെയായിട്ടാണോ രാഹുൽ ഈശ്വൻ കമ്പയർ ചെയ്യുന്നത്? രാഹുൽ ഈശ്വൻ കുറച്ചൊക്കെ ഒരു വിവേചനത്തോടെ സംസാരിക്കുന്നതല്ലായിരിക്കും. സിനിമയും ലൈഫിനോട് തമ്മിൽ മിക്സ് ചെയ്തിട്ട് ആ സിനിമയിൽ പറയുന്ന കഥാപാത്രവും ജീവിതത്തിൽ റിയലായിട്ട് നിൽക്കുന്ന ബോബി ചെമ്മണ്ണൂരും തമ്മിലൊക്കെ കമ്പാരിസൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിലും ഈ നാട്ടിലുള്ള വേട്ടക്കാരുടെ എല്ലാം തോഴനാണ് ഈ രാഹുൽ ഈശ്വൻ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വേട്ടക്കാരുടെ മാത്രം തോഴൻ,
അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അദ്ദേഹം അവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. ഇല്ലാത്ത വാദങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം വരും. അദ്ദേഹത്തിന് ഒരു ഹാപ്പിനെസ്സാണ്. എനിക്ക് തോന്നുന്നു ഈ PR വർക്ക്, ഓൺലൈൻ PR വർക്ക്, നമുക്കറിയാം ഇപ്പം ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി കമൻറ്റ് ബോക്സുകളിലെല്ലാം വന്ന് തെറി പറയുന്ന PR വർക്ക്, ഹണി റോസിനെതിരായിട്ട് സംസാരിക്കുക, ബോബി ചെമ്മണ്ണനെ ഉയർത്തി പറയാൻ ശ്രമിക്കുക, ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു സെൻറ്റിമെൻ്റലായിട്ട് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണമുണ്ട്, അത് ഹണിയുടെ ഡ്രസ്സിൻ്റെ പ്രശ്നമാണ്. അതുപോലെ ഈ ഓൺലൈൻ വേട്ടക്കാരായ ആളുകൾക്ക് വേണ്ടി മീഡിയയിൽ വന്നിരിക്കുന്ന ഒരു PR ഈ പറയുന്ന രാഹുൽ ഈശ്വൻ, അതാണ് നഗ്ന സത്യം. നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. ഈ ഹണി റോസിന്റെ മുൻപോ ബാക്കോ കുറയ്ക്കണോ എന്നുള്ള രീതിയിലാണ് ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളെ ഇയാൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി ആ ടാർഗറ്റ് അയാൾ കൊള്ളിക്കുന്ന രീതിയിൽ സംസാരിച്ച് ഇയാൾ ഒരു വേറെ എക്സ്ട്രീമിലേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോയി ഈ വെള്ളയും മാത്രം ഇടുമ്പോഴേക്ക് ബോറടിക്കില്ലേ? ഒട്ടനെ ഇയാളുടെ ചോദ്യം ഊരിക്കളയണോന്നാ ചോദിക്കുന്നത്, ഊരണോ എന്നാ ചോദിക്കുന്നത്. ഇത് ദ്വയാർത്ഥ പ്രയോഗമാണോ? ഈ ദ്വയാർത്ഥ പ്രയോഗമല്ല, നേർക്കുന്നവർ വൃത്തിയുടെ പറയാണ്, നേർക്കുന്നവർ ലൈംഗിക വൈകൃതം പറയുകയാണ്. ഇഷ്ടം പോലെ ഞാൻ ഈ ഒരു വ്യക്തിയുടെ ഒരു ഇപ്പോൾ ഹാഷ്മി പറഞ്ഞ വീഡിയോയിലുണ്ട്. ആ കുട്ടി ഇപ്പോഴും ബോബി ചെമ്മണ്ണൂർ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്, കോൺഗർ ദ വേൾഡ് വിത്ത് ലവ്, ഇതെല്ലാം അങ്ങ് തീർന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വിചാരം. പക്ഷേ ആ വിചാരങ്ങളെല്ലാം മാറ്റിമറിച്ചത് ഹണി റോസാണ്. ഹണി തുടങ്ങി വെച്ചു, ഇനി പണി പാളി. ഈ കേസ് എത്ര നാൾ മുമ്പോട്ട് പോകാൻ പറ്റുമെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിയുടെ നാവിനൊരു കടിഞ്ഞാനിട്ടു. അതാണ് ഹണി ചെയ്തത്. ആ കുട്ടി പ്രഗ്നൻ്റ് ആണ്. ആ കുട്ടി പ്രഗ്നൻ്റ് ആയിട്ട് ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട സമയത്ത് ചോദിക്കുന്നത് ബോച്ചയുടെ കുട്ടിയാണോ എന്ന്. ബോച്ചയുടെ ഈ പ്രയോഗം കാരണമാണ് അത് വന്നത്. അപ്പൊ ഇമാതിരി സംസാരിച്ചിട്ട് സൊസൈറ്റിയിൽ ഇയാൾക്കെതിരെ വരുന്ന ആളുകളോട് എന്തും അടിച്ചു തുറന്ന് ഇയാൾക്ക് ഏത് രീതിയിലും ഇങ്ങനത്തെ വർത്താനം പറയാന്നുള്ളതിന് ആളുകൾ കൈയടിച്ചുകൊണ്ടിരിക്കില്ല. ഇന്നിപ്പോ കാണുന്നത് എന്താ, അയാൾ ബോധം കെട്ട് വീണു എന്ന് പറഞ്ഞിട്ട് ആരൊക്കെയോ വണ്ടീന്റെ പിന്നാലെ ഓടുന്നു, വണ്ടി അടിച്ച് പൊട്ടിക്കാൻ നോക്കുന്നു. ഇവിടെ ആരാണ് അയാൾക്ക് ഇത്രത്തോളം കൈയടി? ഇപ്പൊ രാഹുൽ ഈശ്വർ അവിടെ ഇരുന്ന് പറയുന്നത് കേട്ടു, ഇവിടെ ഹണി റോസിന്റെ ഡ്രസ്സിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇതിന്റെ കോൺടെസ്റ്റ് മാറ്റി വിടുകയാണ്. ഈ വ്യക്തി കാലാകാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഹുൽ ഈശ്വർ എന്തിനാ വന്നിരിക്കുന്ന ഈ പറയുന്ന വന്നിരുന്ന് ഇങ്ങനെ പോകുന്നതിനെ വളച്ചങ്ങ് വഴിവെട്ടി അങ്ങ് മാറ്റുവാണ്. അതിനുവേണ്ടി മാത്രമാണല്ലോ രാഹുൽ ഈശ്വൻ ഓരോ സമയവും മീഡിയയിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂറും ആത്മാർത്ഥതയൊക്കെ വേട്ടക്കാരുടെ കൂടെയാണ്. അത് കേരള ജനം വർഷങ്ങളായിട്ട് കണ്ടുപോരുവാണ്. ഈ ദേവാലയത്തിൻ്റെ കുത്തകാവകാശവും പുള്ളി എടുത്തിരിക്കുകയാണ്, വേട്ടക്കാരുടെ കുത്തകാവകാശവും ഈ രാഹുൽ ഈശ്വൻ കൈകളിൽ ഭദ്രമാണ്. അതാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. അടിത്തരങ്ങൾ ഇവരെ എല്ലാവരും കൂടി ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഹണി റോസിൻ്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഇതിൻ്റെ ആവശ്യം എന്താ? അത് ഈ സമയത്ത് പറയേണ്ട കാര്യങ്ങളാണോ? ഇവിടെ എന്താണോ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്, അയാൾ കാണിച്ചു വെച്ചതോ അയാൾ പറഞ്ഞു വെച്ചതോ ആയിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഓപ്പണാണ്. കയറി നോക്കിയിട്ട് ഏതെങ്കിലും ഒരാൾക്ക് നാണവും മാനവും ഉള്ള, ഇപ്പം സായി പറഞ്ഞത് നാണവും മാനവും ഉള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പുള്ളി ചോദിച്ചില്ല. നാണവും മാനവും ഇല്ലാത്തവരല്ലേ ഈ സപ്പോർട്ട് ചെയ്യുന്ന? അങ്ങനെയുള്ള ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. ഇദ്ദേഹത്തിന് വേണ്ടി കാരണം ബോബി ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ അല്ലെ ബോബിയുടെ ഫോളോവേഴ്സ് അല്ലെ ബോബിയുടെ PR വർക്ക് എന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗം ചെറുത. ഇതിനെല്ലാം അടിസ്ഥാന കാരണം എന്താ അറിയാം? നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള വ്യക്തികൾ മുതലെടുക്കുന്നു. നമുക്കറിയാം, 1000 രൂപ കൊടുക്കുക അല്ലെങ്കിൽ 2000 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ തൊഴിലില്ലാതെ ജീവിക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട്. അവർ രണ്ടും കൽപ്പിച്ച് ചെല്ലും. ഇങ്ങനെ കിട്ടുന്ന യുവാക്കളെ ഇവരുടെ കൈക്കുമ്പിളിലാക്കും, ഇവരുടെ രീതിയിൽ യൂസ് ചെയ്യും. അതാണ് ഞമ്മല്ലേ ആരാധകർ, ഭക്തർ, അണികൾ. ഈ 3 വിഭാഗമാണ് നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതലായി കാണുന്നത്. ഒരു മതം കാണും, ആ മതത്തിനൊരു രാഷ്ട്രീയം കാണും, ആ മതത്തിനൊരു നടനോ ആരാധനാ പുരുഷനോ കാണും. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് പോകുന്നത്. ഇതിപ്പം ബോബിയിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല. സിനിമാ നടന്മാർ, മോഹൻലാൽ, മമ്മൂട്ടി, ഇവർക്കെല്ലാം മോഹൻലാൽ ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ, മമ്മൂട്ടി ഫാൻസ് ഇതൊക്കെ തൊഴിലായിട്ട് എടുത്തിരിക്കുന്ന ഒരു വിഭാഗം ജനതയുണ്ട്. അവരതിന് PR വർക്ക് എന്നും പറയും, അല്ല ഫാൻസ് എന്നും പറയും, അല്ല ആരാധകർ എന്നും പറയും. ഇവരുടെ മെയിൻ ഡ്യൂട്ടി എന്താണ്?
ഇവരെ ആരാധിക്കുന്ന, അല്ലെ ഇവർ പണം കൈപ്പറ്റിയിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പണിയെടുക്കുക. അത് സോഷ്യൽ മീഡിയയിലാകുമ്പോൾ തെറി വിളിക്കുക, അവരെക്കുറിച്ച് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അപ്പളെ അവരെ തെറി പറഞ്ഞ് ഒതുക്കി തീർക്കുക എന്നുള്ളൊരു ശക്തമായ നയത്തിലോട്ടാണ് ഇവർ പോകുന്നത്. പറയുന്ന പേര് PR വർക്കെന്നുമാണ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതിപ്പം ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിയിൽ തീരുന്ന കാര്യമല്ല. ഇവിടെ ഒരുപാട് മേഖലകൾ, മതത്തിനാണെങ്കിലും രാഷ്ട്രീയത്തിനാണെങ്കിലും ഇതുപോലെ യുവാക്കൾ PR വർക്കിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതിന് PR വർക്കെന്ന പേരും പച്ചയ്ക്ക് പറഞ്ഞാൽ തെറിവിളിയാണ്. തന്തയ്ക്കും തള്ളയ്ക്കും തെറി വിളിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അതിനാരാണ് ലൈസൻസ് കൊടുത്തത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. ബോബിയുടെ മാറ്റർ ഫേസ്ബുക്കിൽ വന്നപ്പം തന്നെ ഹണി റോസിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വന്ന് പൂരല്ലായിരുന്നു. 30 പേർക്കെതിരെ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നല്ലോ. ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? വ്യക്തി സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞ് അവരെ തെറി പറഞ്ഞ് ഒതുക്കുക എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ട്. ഒരു വ്യക്തി എന്തെല്ലാം പറഞ്ഞാൽ അവരുടെ തള്ളയ്ക്കാണ് ആദ്യം പറയുന്നത്. വീട്ടിലിരിക്കുന്ന തള്ളയ്ക്ക് പറഞ്ഞിട്ട് എന്ത് കിട്ടാൻ വേണ്ടിയാണ്? ഒരു വ്യക്തി പറഞ്ഞ കാര്യത്തിൽ വിയോജിപ്പാണെന്നുണ്ടെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ട് പറയാം. വെറുതെ വീട്ടിലിരിക്കുന്ന തള്ളയ്ക്കും തന്തയ്ക്കും പറഞ്ഞിട്ട് എന്ത് കിട്ടാൻ വേണ്ടിയാണ്? ഈ പറയുന്നവന്മാരുടെയും വീട്ടിലില്ലേ തന്തയും തള്ളയൊക്കെ? വീട്ടിൽ ഇരിക്കുന്നവരെ അങ്ങ് പറയുക. അപ്പം പിന്നെ ഏറ്റവും ഭംഗിയുള്ളൊരു കാര്യമല്ല. ആദ്യം അവർക്കിട്ട് കയറി ഫസ്റ്റ് അടി തന്നെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കറക്റ്റാകല്ലോ, കാര്യങ്ങൾ എളുപ്പമായി. രാഹുൽ ഈശ്വർ രാവിലെ മറ്റേ അദ്ദേഹത്തിന്റെ സ്ഥിരം മുഖമുദ്രയായ തംസപ്പൊക്കെ കാണിച്ച് കോൺഗർ ദ വേൾഡ് വിത്ത് ലവ് എന്ന് പറഞ്ഞില്ല എന്നുള്ളേ ഉള്ളൂ. കോടതിയിലേക്ക് പോയ ബോബി ചെമ്മണ്ണൂർ ഇടയ്ക്ക് തളർച്ച ഉണ്ടാകുന്നു, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ പറഞ്ഞ ആരോഗ്യാവസ്ഥ ആർക്കും ഉണ്ടാകും. പക്ഷേ ആശുപത്രിയിൽ പോയപ്പോൾ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നമൊന്നുമില്ല, ജയിലിലേക്ക് പോവുകയാണ്. ആ ജയിലിലേക്ക് പോക്ക് ഒരു പാഠമാവണ്ടേ ബോബി ചെമ്മണ്ണൂരിനടക്കം അത്തരക്കാർക്ക്? അത് തിരുത്താനുള്ള ഒരു ജയിൽവാസകാലമാവട്ടെ എന്ന് രാഹുലും ആശംസിക്കുന്നുണ്ടോ? ബോബി ചെമ്മണ്ണൂരിനെ ഒരാളെങ്കിലും ന്യായീകരിക്കുന്നത് ഹാഷ്മി കേട്ടിരുന്നു? ഒരാളെങ്കിലും ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിക്കുന്നത് അങ്ങ് കേട്ടിരുന്നു? ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ശരിയല്ല, ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയണം, ഹണി റോസ മാപ്പ് സ്വീകരിക്കണമെന്നാണ് ഞാൻ അടക്കമുള്ളവർ സൂചിപ്പിച്ച നിലപാട്. അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് നിന്ന് ആ ദ്വയാർത്ഥ പ്രയോഗം ശരിയല്ല. BNSന്റെ 75 സെക്ഷൻ 4 ഉപവകുപ്പ് പ്രകാരം അദ്ദേഹത്തിനെ കേസിൽ കുടുക്കി ഇനി 1 വർഷമോ 3 വർഷമോ ജയിലിലിടണ്ട എന്നൊരു അഭിപ്രായമുണ്ട്. അവിടെയാണ് ഹണി റോസ് അടക്കം. ഇന്ന് ഹണി റോസ് വ്യക്തിപരമായി എനിക്കിതിനെ പരാമർശം നടത്തിയിട്ടുണ്ട്. ഹണി റോസിനോടുള്ള സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമുള്ള അഭ്യർത്ഥന, ആ മാപ്പ് സ്വീകരിക്കണം. ഇനി അദ്ദേഹം മാപ്പ് പറയുമെന്ന് അറിയില്ല, കോടതിയുടെ പരിധിയിൽ വന്നതുകൊണ്ട്. ഇത് ഒരു സോഷ്യൽ റോങ് ആണ്, ലീഗൽ ക്രൈം അല്ല. ഇതൊരു സോഷ്യൽ റോങ് ആണ്, ലീഗൽ ക്രൈം അല്ല എന്നൊരു തിരിച്ചറിവിൽ നമുക്ക് പോകണം. സമാനമായ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ സിനിമയിലും പൊതുസമൂഹത്തിലുമുണ്ട്. എല്ലാം ഒഴിവാക്കണം. ലാലേട്ടന്റെ മോൺസ്റ്ററിലും ഹണി റോസിനോട് തന്നെ ട്രിവാൻഡ്രം ലോ ഈ സിനിമയും ജീവിതവും രണ്ടാന്നുള്ള വിവേചനബോധം ഇല്ലേ? സിനിമയിലൊരു തിരക്കഥ, അത് ഒരു നടൻ അഭിനയിച്ചു, ഒരു നടി അഭിനയിച്ചു, അത് സിനിമയായിട്ട് പുറത്തു വന്നു. സിനിമയാണ്. നമ്മളെ സിനിമയായിട്ട് കണ്ട് ഇഷ്ടപ്പെടുക, എൻജോയ് ചെയ്യുക, പോരുക. അല്ലാതെ ഇദ്ദേഹം എന്തിനാണ് മോഹൻലാലിനെയും ജയസൂര്യയൊക്കെ ഇതിലോട്ട് പിടിച്ച് വലിച്ചിടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ് അതിൻ്റെ അകത്തുള്ളൊരു വലിയ വിരോധാഭാസം. ബോബി ചെമ്മണ്ണൂർ ജീവിതത്തിൽ ചെയ്ത കാര്യവും സിനിമയിൽ അഭിനയിച്ച കാര്യമാണ് രണ്ട്. രാഹുൽ ഈശ്വർ, ഇതാണ് ഇപ്പോൾ താങ്കൾ ബോച്ചെ അല്ലെങ്കിൽ താങ്കളെ പോലെയുള്ളവർ ബോച്ചെ അനുകൂലിക്കുന്നില്ല, അല്ലെങ്കിൽ ബോച്ചയ്ക്ക് അനുകൂലം ആരെങ്കിലും പറഞ്ഞോ എന്ന് പറഞ്ഞൊരു അപകടം. ബോച്ചെ ചെയ്തത് കുറ്റമാണ് എന്ന് പറയുകയും ഹണി റോസ് ഇടുന്ന വസ്ത്രം തെറ്റാണ്, അങ്ങനെ വസ്ത്രം ഇട്ടാൽ ബോച്ചയ്ക്ക് അങ്ങനെ പറയാൻ തോന്നും എന്ന് പറയുന്ന പേരാണ് ഇരയ്ക്കൊപ്പം ഓടുകയും വേട്ടക്കാരനൊപ്പം കുതിക്കുകയും ചെയ്യുക എന്ന ഇരട്ടത്താപ്പ്. അതല്ലേ താങ്കൾ അടക്കമുള്ളവർ ഇപ്പോഴും ചെയ്യുന്നത്? ഇയാൾ ഈ AMMA മറ്റേ സുരേഷ് ഗോപി പറഞ്ഞ എ എന്ന് പറയുന്ന അസോസിയേഷനിലെ മെമ്പറാണ്. അത് ഇരട്ടത്തപ്പ ഇരയുടെ കൂടെയും വേട്ടക്കാർ 2 സ്ഥലത്ത് പൊതുവെ അവരാണ് ആ കാര്യത്തിൽ വിദഗ്ധർ. ബോച്ചെ ചെയ്തത് തെറ്റാണ്, ഹണി റോസ് കുറെ കൂടെ മിതത്വം പാലിക്കണം. ഇതൊന്ന് പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴുവോ? അതായത് ശ്രീ ഹാഷ്മിയോടക്കം ഒരു വരി ഹാഷ്മി ശ്രദ്ധിക്കണം. ഹാഷ്മിയും ഞാനും തമ്മിലുള്ള ഇന്നലത്തെ സംവാദമായിരുന്നു യൂട്യൂബിൽ ഇന്ത്യയിൽ നമ്പർ 1 ആയി ട്രെൻഡ് ചെയ്തത്. അതിന്റെ താഴെ വന്ന ആയിരക്കണക്കിന് കമന്റ് എടുത്തു നോക്കൂ. 99% ആൾക്കാരും രാഹുൽ ഈശ്വറിനെ സപ്പോർട്ട് ചെയ്യുകയും ഹണി റോസിനെ എതിർക്കുകയും ചെയ്യുകയാണ്. ഇത് ബോച്ചെ പറഞ്ഞ കാര്യത്തോടുള്ള യോജിപ്പുള്ളത് കൊണ്ടല്ല. ബോച്ചെ പറഞ്ഞ കാര്യം ആരും ശരിയാണെന്ന് മിതത്വം കാണിക്കണമെന്ന് പറയുന്നത് ആകാശം ഇടിഞ്ഞു വീഴുമെന്നൊന്നും കരുതണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ ആ മനോഭാവക്കാർ അത് PR വർക്ക്. ഞാനത് ശ്രദ്ധിച്ചായിരുന്നു. PR ടീമിന് കൊട്ടേഷൻ കൊടുത്ത് ഇന്നൊരു വീഡിയോയ്ക്ക് ഇത്ര റീച്ച് കൊടുത്ത് കോടതി ഇരിക്കുന്ന ഒരു ടോപ്പിക്കിനെ തന്നെ എടുത്ത് ഈ PR വർക്കിൽ കൂടെ എൻ്റെ രാഹുൽ ഈശ്വർ, എനിക്ക് താങ്കളോട് പറയാനുള്ളത്, നമ്മളെല്ലാവരും എനിക്ക് നരിഭക്ഷണമാണ്.
ഈ നമ്പറൊക്കെ നമുക്ക് മനസ്സിലാവും. ഒരുപാടുണ്ടെന്നേ. അതുകൊണ്ട് താങ്കൾ പറയുന്ന നിയമവിരുദ്ധമായ കാര്യത്തിന് പച്ചക്കൊടി എന്ന് കരുതല്ലേ രാഹുൽ ഈശ്വർ? ഹണി റോസ് ഈ രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമായി ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഹണി റോസ് അവരുടെ ഒരു വ്യക്തി എന്ത് വസ്ത്രം ധരിക്കണമെന്നുള്ള കാര്യം അവരുടെ മാത്രം പൂർണ്ണമായ അവകാശമാണ്, അധികാരമാണ്. രാഹുൽ ഈശ്വർ ആവട്ടെ, ഷാബു പ്രസാദ് ആവട്ടെ, സായി കൃഷ്ണ ആവട്ടെ, ഞാനാവട്ടെ, അതിൽ കയറി അഭിപ്രായം പറയാൻ നമുക്കൊന്നും ഒരു കാര്യവുമില്ല. പ്രത്യേകിച്ച് അധിക്ഷേപിച്ച് പറയാൻ ആർക്കും ഒരു അവകാശമില്ല. ഇപ്പോഴും താങ്കൾ ആ നിലപാട് ഉറച്ചു നിൽക്കുന്നത് ശരിയാണോ? ഒരു നിയമം പിടിച്ചു വെക്കുന്നത് രാഹുൽ ഈശ്വർ. ആർട്ടിക്കിൾ 19 ഇതിന് നമ്മുടെ അധികാരം തരുന്നത്. അല്ല ഹാഷ്മി, ഒരു വരി മാത്രം. ആർട്ടിക്കിൾ 19 നമുക്ക് ഇത്തരത്തിലുള്ള ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ അധികാരം തരുന്നത്. അതിന്റെ പരിധിയായി ഡീസൻസി ആൻഡ് മൊറാലിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ഡീസൻസി എന്ന് പറയുന്നത് മാന്യതയും മര്യാദയുമാണ്. ആ മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കരുത്. അത് അമല പോൾ ആണെങ്കിലും, രാഹുൽ ഈശ്വർ ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഹണി റോസ് ആണെങ്കിലും, അല്ലെങ്കിൽ ദിവ്യപ്രഭ ആണെങ്കിലും, അല്ലെങ്കിൽ ബോച്ചെ ആണെങ്കിലും, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആരാണെങ്കിലും. അപ്പൊ ഈ മാന്യത വേണം, ഡീസൻസി വേണം. നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ച കാര്യം ആർട്ടിക്കിൾ 19 താങ്കൾ ആ പറയുന്ന ലിമിറ്റിൽ 19 പറയുന്ന ഡീസൻസിക്കും മൊറാലിറ്റിക്കും താഴെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് താഴെ പറയുന്ന ഡിഫമേഷൻ താങ്കൾ കാണാതെ പോകുന്നു. താങ്കൾ സെലക്റ്റീവായി കാണുകയാണ്. പുള്ളി അത് കാണില്ല, പുള്ളി കാണേണ്ടതേ കാണൂ. കാരണം കാണണ്ടാത്ത കാര്യങ്ങൾ കാണേണ്ട വരുന്ന സിറ്റുവേഷൻ പുള്ളിക്ക് പെട്ടെന്ന് അന്ധത വരും. ആ ഏറിയ വിട്ട് കഴിയുമ്പോൾ പുള്ളിയുടെ അന്ധത മാറി പുള്ളിക്ക് കണ്ണിന് വീണ്ടും കാഴ്ച കിട്ടും. പറ്റത്തില്ല. അല്ല, രാഹുൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഡിഫമേഷൻ അല്ലേ? രാഹുൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഡിഫമേഷൻ അല്ലേ? പറഞ്ഞത് ശരിയാണോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? രാഹുൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഹണി റോസിനെതിരെ ഡിഫമേഷൻ അല്ലേ? ഹണി റോസിന്റെ ഡ്രസ് കോഡ് ശരിയല്ല, ഹണി റോസ് വസ്ത്രം ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഹണി റോസിന്റെ സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റമാണ്. ഹണി റോസിന് കേസ് കൊടുത്ത രാഹുൽ തൂങ്ങും. ഡിഫൻസ് ടു ഡിഫമേഷൻ അല്ല സർ, ട്രൂത്ത് ഈസ് എ ഡിഫൻസ് ടു ഡിഫമേഷൻ. ട്രൂത്ത് എന്ന് പറയുന്നത് ഈസ് എ ഡിഫൻസ് ടു ഡിഫമേഷൻ. ലീഗലി ഞങ്ങൾ പഠിക്കുന്നതാണ്. അതായത് ഡിഫമേഷന് എതിരെയുള്ള ഒരു ഡിഫൻസ് ആണ്. ഞാൻ പറയുന്ന സത്യമാണ്. ഇനി സത്യമല്ലെന്ന് പറഞ്ഞാൽ ഹാഷ്മിയുടെ താഴെയുള്ള കമന്റുകൾ നോക്കുക. താങ്കൾക്ക് ഇഷ്ടമല്ല ഹണി റോസിന്റെ വസ്ത്രം, എനിക്ക് ഇഷ്ടമല്ല ഹണി റോസിന്റെ വസ്ത്രം, എനിക്ക് ഇഷ്ടമല്ല എന്ന് ഹണി റോസിന്റെ വസ്ത്രം എനിക്ക് ഇഷ്ടമല്ല എന്ന് രാഹുൽ പറയാം. ഹണി റോസിന്റെ വസ്ത്രം എനിക്ക് ഇഷ്ടമല്ല രാഹുൽ ഈശ്വർ പറയാം. അതല്ലാതെ ഒരു പൊതുവായ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന അവരുടെ ഡ്രസ് കോഡ് ശരിയല്ല എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ഡ്രസ് കോഡ് ശരിയല്ല, അതുകൊണ്ട് ബോബി ചമ്മണ്ണൂർ അങ്ങനെ പറയും എന്നാണ് അതിന്റെ വ്യംഗ്യം. രാഹുൽ, താങ്കൾ കാണിച്ചത് ഡിഫമേഷൻ ആണ്. ഹണി റോസ് താങ്കൾക്കെതിരെ കേസ് കൊടുത്താൽ താങ്കൾ കുരുങ്ങും രാഹുൽ. ഹണി റോസ് എനിക്കെതിരെ കേസ് കൊടുത്തോട്ടെ, അത് മറ്റൊരു വിഷയം. ഹണി റോസ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കും. ഒരു കലാകാരിയാണ്, ഇൻഫ്ലുവൻസർ ആണ്, സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നടിയാണ്. ഹണി റോസ് ചെയ്യുന്നത് നമ്മുടെ യുവാക്കൾക്ക്, യുവതികൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് തെറ്റായ മാതൃക കൊടുക്കരുത്. നമുക്ക് എത്രയോ വലിയ പ്രഗത്ഭരായ നടിമാരുണ്ട്. മഞ്ജു വാര്യരുണ്ട്, കാവ്യ മാധവനുണ്ട്, ശോഭനയുണ്ട്, എത്രയോ പേരുണ്ട്. അവർ ഇനോഗ്രേഷൻ പോകുമ്പോൾ ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്? അപ്പൊ ഈ ഇനോഗ്രേഷന് പോകുന്നതിന്റെ പിന്നിൽ ഒരു വിപണന സാധ്യതയുണ്ട്. നമ്മുടെ സമൂഹത്തിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുക എന്ന് ഫറാസ് ഷിബില പറഞ്ഞ നിലപാടും കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ഹാഷ്മിക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. എന്താ അറിയാമോ, ഈ ലിബറൽ വാദഗതി തകർന്നു വീഴും. ഫറാസ് ഷിബില അടക്കമുള്ള കേരള സമൂഹത്തിന്റെ പരിച്ഛേദം ലിബറൽ വാദഗതിയെ പറ്റി പറയല്ലേ? രാഹുൽ ഈശ്വർ ലിബറൽ വാദഗതിയെ പറ്റി പറയില്ലേ? അങ്ങനെ സ്വാധീനിക്കപ്പെടുമെങ്കിൽ രാഹുൽ ഈശ്വർ പണ്ട് മലയാളി ഹൗസിൽ കാട്ടിക്കൂട്ടിയതൊക്കെ ഇവിടുത്തെ കുട്ടികളെ സ്വാധീനിക്കില്ലേ? ഞാൻ മലയാളി ഹൗസിൽ പോയി ഈ ലിബറലുകൾ കപട പുരോഗമനവാദികൾ എത്രയോ എന്നെ ആക്രമിച്ചതാണ്. അവിടെ ഞാൻ പറയുന്ന ഇതേ ചെറിയൊരു വീഡിയോ എല്ലാവരും പാലിക്കണം. ഇനി എന്നെ വിമർശിക്കണം. ഞാൻ ചെറിയൊരു വീഡിയോ കാണിച്ചോട്ടെ പ്ലേയോ? ചെറിയൊരു വീഡിയോ രാഹുൽ അതിമനോഹരമായ നൃത്തമാണ്. അത് താങ്കളുടെ സ്വാതന്ത്ര്യത്തിൽ, താങ്കൾ പൊതുസമൂഹത്തിൽ താങ്കൾ കളിച്ചു, താങ്കൾ നർത്തനമാടി, നല്ല കാര്യമാണ് രാഹുൽ ഈശ്വർ. എന്തുകൊണ്ട് അത് കണ്ട് നാളെ എല്ലാവരും ഇതുപോലെ മഴയത്ത് നൃത്തം ചെയ്യാൻ തുടങ്ങിയാലോ? അങ്ങനെ വിചാരിക്കാവോ രാഹുൽ? ഒരു യുക്തി വേണ്ടേ പറയുന്നത്? ഞാൻ എന്താണ് കാണിച്ചതെന്ന് കണ്ടില്ല. ഈ കാണേണ്ട കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് അന്ധതയാണ്. ഈ കാണേണ്ട കാര്യം മാറിക്കഴിയുമ്പോൾ പെട്ടെന്ന് അന്ധത മാറി വെളിച്ചം കയറും. അതാണ് പുള്ളിയുടെ ഒരു പ്രത്യേക സ്വഭാവം. ഗ്രേറ്റ് മാൻ. എന്താണ് കാണിച്ചതെന്ന് കണ്ടില്ല. കാര്യം ക്യാമറ ഞാൻ സൂമിൽ അല്ലാത്തതുകൊണ്ട് ക്യാമറയിലായോണ്ട് അങ്ങ് എന്താ കാണിച്ചത്? എനിക്ക് ഒരുപാട് വിമർശനങ്ങളുണ്ടായി. അല്ല ഞാൻ അവിടെയാണ് ഒരുപാട് വിമർശനങ്ങളിലേക്ക് ഞാൻ മലയാളി ഹൗസിൽ പോയി വിജയിച്ച വ്യക്തിയാണ്. പക്ഷെ എനിക്ക് നേരെ ഒരുപാട് വിമർശനങ്ങളുണ്ടായി. ആ വിമർശനങ്ങളെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയും ആ വിമർശനങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്തു. അതേ വിമർശനത്തെ ഉൾക്കൊള്ളാനുള്ള സ്പിരിറ്റ് ഹണി റോസ് കാണിക്കണം, അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ്. അത് കയറി നമുക്ക് കണ്ടിരിക്കാൻ കഴിയില്ല. നമ്മുടെ തൊലിയുരിഞ്ഞു പോകുന്നത് നമുക്ക് കണ്ടിരിക്കാൻ കഴിയും. മാത്രമല്ല പറയുന്ന മൊത്തം പാവം പെൺകുട്ടികളോടാണ്.
അങ്ങേറ്റം വൾണറബിളായ തിരിച്ചൊന്നും പറയില്ല എന്ന് കരുതുന്ന പാവം സാധു പെൺകുട്ടികളുണ്ടാവില്ലേ, അല്ലെന്നുണ്ടെങ്കിൽ അവർ ചിരിച്ചോണ്ടിരിക്കുമോ? നിർത്തണോ നിന്റെ തമ്മാടിത്തരം എന്നൊരു വാക്ക് പറഞ്ഞാൽ നിർത്താവുന്നതേ ഉള്ളൂ. അത് പറയാൻ കെൽപ്പില്ലാത്ത പാങ്ങില്ലാത്ത പാവങ്ങളോട് ഈ വൃത്തികേട് പറഞ്ഞു. ഒരു പെൺകുട്ടിയോട് എന്തോ പുള്ളിയുടെ എന്തോ ഗെയിം കളിച്ചിട്ട് വരുന്ന എന്തോ പെൺകുട്ടിയോട് എനിക്ക് തോന്നുന്നു കളിക്കണം ഇനിയും കളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി മനുഷ്യനാണ്. ആ പെൺകുച്ചുങ്ങളുടെയൊക്കെ ഒരു ഗതി കേട്ടോണ്ടിരിക്കേണ്ടത് കൊണ്ടേയിരിക്കുകയാണ്. ഞാനന്ന് ഇന്ന് ഈ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ഞാൻ ഇതുവരെ ഇന്ന് കണ്ടിട്ടില്ല കേട്ടോ. എടുത്തു നോക്കുമ്പോൾ നമ്മുടെ തൊലി ഉരിഞ്ഞു പോവില്ലേ? ഒരു മനുഷ്യൻ ഇങ്ങനെ വന്നിരുന്ന് സ്ത്രീവിരുദ്ധതയും വൃത്തികേട് ഭക്ഷണത്തിലും പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പരകോടിയിൽ, അതിന്റെ ഒരു പരമകാഷ്ഠയിൽ പിടിച്ച് അകത്തിടുമ്പോൾ അയാൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവുക ഇവിടെ. അയാൾക്ക് സപ്പോർട്ട് ചെയ്യാൻ മുന്നിൽ വന്ന് ഞങ്ങളുടെ പോച്ച കൊണ്ട് സംഭവിക്കുന്ന ജീപ്പിലടിക്കുക. ഇത് ഏത് നാടാണ് ഷാബു? സത്യമാണ് ഹാഷ്മി. ഞാൻ 100% ഹാഷ്മി പറയുന്നതിനോട് ഞാൻ യോജിക്കുകയാണത്. അതല്ല, എന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്, ആശങ്കാകുലനാക്കുന്നത് വേറൊന്നുമല്ല, ഈ ഒരു തെമ്മാടിക്ക് കിട്ടുന്ന സപ്പോർട്ട് നോക്കിയിട്ടാണ്. ഇതുപോലുള്ള ഒരു ആഭാസനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ പബ്ലിക് ന്യൂസൻസ്, പൊതുശല്യങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറയുന്നതാണ്. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ അയാൾ പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷേ ഹണി റോസ് അവരുടെ വസ്ത്രധാരണം ശ്രദ്ധിക്കണം എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ തെമ്മാടി കാണിച്ചു കൂട്ടുന്ന, അല്ലെങ്കിൽ ഇയാൾ ഈ മനുഷ്യന്മാർ ധരിക്കുന്ന ഡ്രസ്സ് ഇട്ടോണ്ടാണ് താങ്കൾ അത് പറയുന്നത് ശരിയായില്ല. കാരണം വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാമല്ലോ ഇയാൾ ഈ നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക് ഹാഷ്മി, നിങ്ങൾ ഹണിറോസിന്റെ വസ്ത്രസ്വാതന്ത്ര്യം ഹണിറോസിന്റെ മാത്രമാണെന്ന് പറയുന്നത് പോലെ അയാൾക്ക് ബോബി ചെമ്മണ്ണൂർ ഇതുപോലെ വെള്ളം ഇട്ട് നടക്കാം, കോൺഗ്രസ് ദ വേൾഡ് വിത്ത് ലവ് എന്നൊക്കെ ഈ കര വെച്ചൊക്കെ നടക്കാം. പക്ഷെ അദ്ദേഹം ചെയ്യുന്നത് കോൺഗ്രസ് ദ വേൾഡ് വിത്ത് അസീലം എന്നാണ് കൺസെപ്റ്റ്. അല്ല, അത് മാത്രമല്ല, ഈ ഡ്രസ്സ് വിട്ടോണ്ട്, ഈ വൃത്തികെട്ട ഡ്രസ്സ് വിട്ടോണ്ട് ഇയാൾ വണ്ടിയുടെ മേളിൽ കയറിയിരുന്ന് അടിവസ്ത്രം കാണുന്ന മാതിരി കിടന്ന് തുള്ളി മറിയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതൊന്നും ഈ രാഹുൽ ഈശ്വറിനെ പോലുള്ളവർക്കൊന്നും പ്രശ്നമല്ല. അത് അശ്ലീലമല്ല, അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. അതേസമയം ഹണിറോസ് അവരെ ഈ ഇന്ത്യയിലെ നിയമത്തിന് വിരുദ്ധമായ എന്തെങ്കിലും പ്രവൃത്തി അവർ ചെയ്തോ? ഹണിറോസ് ഈ പറഞ്ഞ പോലെ ഹണിറോസ് അല്ല, ഞാനല്ല, നിങ്ങൾ ആരും ആയിക്കോട്ടെ, ആരും വിമർശനത്തിന് അതീതരൊന്നുമല്ല. എൻ്റെ സമീപനത്തിനെ നിങ്ങൾക്ക് വിമർശിക്കാം, എൻ്റെ നിലപാടുകളെ നിങ്ങൾക്ക് വിമർശിക്കാം, എൻ്റെ വാദങ്ങളെ നിങ്ങൾക്ക് വിമർശിക്കാം. പക്ഷേ ഞാനിട്ടിരിക്കുന്ന കറുത്ത ഡ്രസ്സിനെ വിമർശിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. സഭ്യതയ്ക്ക് ആരാണ് ഇവിടെ അതിർവരമ്പുകൾ നിശ്ചയിക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകാരുടെ പീഡനത്തിൻ്റെ അളക്കുന്ന യന്ത്രം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ സഭ്യത അളക്കുന്ന യന്ത്രം എന്നാണ് രാഹുൽ ഈശ്വറിന് കിട്ടിയത്? ആരാണ് ഇവിടെ സഭ്യതയുടെ എതിർവരമ്പുകൾ നിശ്ചയിക്കേണ്ടത്? ആരാണ് ഇവിടെ ശ്ലീലാശ്ലീലങ്ങൾ നിശ്ചയിക്കേണ്ടത്? അവരെന്ത് തെറ്റാണ് ഇവിടെ ചെയ്തത്? ഞാൻ പറഞ്ഞല്ലോ, എനിക്കതല്ല കാര്യം. എന്ത് ധൈര്യത്തിലാണ് ഈ ആഭാസൻ ഇത്രയും നാൾ ഇവിടെ അർമാദിച്ചു കൊണ്ട് നടന്നത്? ഒന്ന്, അയാളുടെ കയ്യിലെ പണം അതവിടെ നിൽക്കട്ടെ. പിന്നൊന്ന്, ഇത് കാണാൻ ആളുണ്ടായിട്ടല്ലേ ഹാഷ്മി ഇയാൾ ഈ രീതി പറയുന്നത്? ഇത് കാണാനും കേൾക്കാനും ആസ്വദിക്കാനും ഈ നാട്ടിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ ഇയാൾ ഈ തെമ്മാടിത്തരങ്ങൾ മുഴുവൻ കാണിച്ചത്, ഇപ്പോഴും കാണിക്കുന്നത്? എന്തൊരു ഭയാനകമായ അവസ്ഥയാണത്! എന്തൊരു ഭയാനകമായ സമൂഹമാണ് നമ്മുടേത്. ഒരു 4 വർഷം മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇയാളെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും ഞങ്ങളുടെ പോച്ച കൊണ്ടുപോകാൻ സമ്മതിക്കുന്നതിനോട് പോലീസിന് മുന്നിൽ വട്ടം നിൽക്കാൻ ഒരു ആൾക്കൂട്ടം ഉണ്ടെന്ന്. ഇത് എന്തൊരു അവസ്ഥയാണത്! രാഹുൽ സഭ്യതയുടെ അതിർവരം വളക്കാനുള്ള ഏത് മെഷീനാണ് രാഹുലിന്റെ പക്കലുള്ളത്? ഷാബു പ്രസാദ്ജിയുടെ നിലപാടിനെ വളരെയധികം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും സാധൂകരിക്കുന്ന നിലപാടെടുത്തതിനെ അഭിനന്ദിക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാനത് പ്രതീക്ഷയുള്ളതാണ്. അത് ഇവിടെ കുറിച്ചെടുത്തിട്ട്, കാരണം പുള്ളി ആ ഒരു കാര്യം ഇവിടെ ഉപയോഗിക്കുമ്പോൾ അത് കയറി പിടിക്കാൻ വേണ്ടി രാഹുൽ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. രാഹുലിനെ എവിടെയാണ്, കാരണം കയ്യിൽ നിന്ന് ക്ലച്ചിങ്ങനെ പിടിച്ച് താഴെ പോകുന്ന സമയത്താണ് ഇങ്ങനെ ഇട്ടുകൊടുത്തത്. ഞാൻ പറയാം, ഈ ബോബി ചെമ്മണ്ണൂറിന്റെ വസ്ത്രം കണ്ടില്ലേ? എന്തൊരു വസ്ത്രമാണ് ഇയാൾ ഇടുന്നത്, എന്തൊരു വൃത്തികെട്ട വസ്ത്രമാണ് ബോബി ചെമ്മണ്ണൂർ ധരിക്കുന്നത് എന്ന് രാഹുൽ ഈശ്വറിന്റെ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടനാടൻ മാർപ്പാപ്പ എന്ന പടത്തിൽ ധർമ്മജൻ ചാക്കോച്ചനോട് പറയുന്ന, ചാക്കോച്ചൻ തൻ്റെ കാമുകിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാമുകിക്ക് കല്യാണം കഴിച്ച് പോകണം. അപ്പം ചാക്കോച്ചനെ ഒഴിവാക്കുന്നതിന്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല,
വന്നാൽ പിന്നെ ഞാൻ എങ്ങനെ പോകാതിരിക്കും, കല്യാണം വേറെ ഒരുത്തനെ കല്യാണം കഴിക്കാതിരിക്കാനും പറ്റില്ല, നിന്നെ ഉപേക്ഷിക്കാനും പറ്റത്തില്ല എന്ന് പറഞ്ഞ സിറ്റുവേഷൻ വരുമ്പോൾ 2 നയമാണല്ലോ അവിടെ നായിക എടുക്കുന്നത്. ചാക്കോ ധർമ്മജൻ പറഞ്ഞൊരു കാര്യമുണ്ട്, 2ഉം കൂടെ വേണ്ട. രാഹുൽ ഈശ്വറിൻ്റെ ഇപ്പോഴത്തെ നിലപാടിനകത്ത് എനിക്ക് പറയാനുള്ളത് 2ഉം കൂടെ വേണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.